പൂരാവേശത്തിലലിഞ്ഞ തൃശൂർ നഗരം ഉറ്റവരുടെ വേർപാടിൽ ആഘോഷങ്ങളുടെ മാറ്റുകുറച്ച് ആചാരപ്പെരുമയുടെ പാരമ്പര്യം നിലനിർത്തിയാണ് ഇത്തവണ തൃശൂർ പൂരം അരങ്ങേറുന്നത്. രാവിലെ 7 മണിയോടെ കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളി. മഞ്ഞും വെയിലുമേൽക്കാതെ എത്തിയ ശാസ്താവ് പൂരത്തെ വിളിച്ചുണർത്തി. തുടർന്ന് മറ്റ് ഘടകപൂരങ്ങളുടെ വരവായി. പടിഞ്ഞാറേ നടയിലെ ശ്രീമൂലസ്ഥാനത്തേക്ക് ചെറുപൂരങ്ങൾ നിരനിരയായി വരുന്ന കാഴ്ച കാണാൻ പൂരപ്രേമികൾ രാവിലെ തന്നെ പൂരപ്പറമ്പിൽ സ്ഥാനം പിടിച്ചിരുന്നു. പല ശ്രുതിയിലുള്ള വാദ്യമഴയിൽ അലിയാൻ ആയിരങ്ങളാണ് എത്തിയത്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറത്തേക്കിറങ്ങുന്ന പ്രൗഢമായ കാഴ്ചയിലേക്ക് മിഴിനട്ട് ആരാധക വൃന്ദം തെക്കേ ഗോപുരനടയിലും ആരവങ്ങൾ ഉയർത്തി കാത്തുനിന്നിരുന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരന്റെ ശിരസിലേറി തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളത്ത് 11 മണിയോടെ തെക്കേ മഠത്തിന് മുന്നിലെത്തിയതോടെ പഞ്ചവാദ്യ പെരുമഴയായി. പ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് കോങ്ങാട് മധുവായിരുന്നു ഇത്തവണയും മേളപ്രമാണി. ആദ്യ 1.5 മണിക്കൂർ മഠത്തിന് മുന്നിൽ തന്നെ കൊട്ടിക്കയറി. പിന്നീട് നടുവിലാലിലും നായ്ക്കനാലിലുമായി കലാശങ്ങൾ. പഞ്ചവാദ്യമഴ പതികാലത്തിൽ ചാറിത്തുടങ്ങി തുമ്പിക്കൈ വണ്ണത്തിൽ പെയ്തൊഴിയുമ്പോൾ ആസ്വാദക മനസ്സുകളും ആത്മനിർവൃതിയിലായി. നായ്ക്കനാലിൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യം സമാപിച്ച ശേഷം തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പിന് അകമ്പടിയേകിയത് പാണ്ടിമേളം. ചെറുശ്ശേരി കുട്ടന്മാരാർ പ്രമാണം വഹിച്ചു. ഉച്ചയ്ക്ക് 12:30 പാറമേക്കാവ് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തൃക്കടവൂർ ശിവരാജു തിടമ്പേറ്റി. കിഴക്കൂട്ടനിയന്മാരാരുടെ നേതൃത്വത്തിലുള്ള ചെമ്പടമേളം അകമ്പടിയേകി. എഴുന്നള്ളിപ്പ് കിഴക്കേ ഗോപുരം വഴി അകത്ത് പ്രവേശിച്ച് ഇലഞ്ഞിമര ചുവട്ടിലെത്തിയതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓർക്കസ്ട്ര എന്ന് പേരുകേട്ട ഇലഞ്ഞിത്തറ മേളത്തിന് തുടക്കമായി. 300ഓളം കലാകാരന്മാർ വാദ്യവിസ്മയമൊരുക്കിയപ്പോൾ ആയിരക്കണക്കിന് കൈകൾ ആകാശത്താനന്ദ നൃത്തം നടത്തി. പിന്നെ പൂരനഗരി തെക്കോട്ടിറക്കത്തിനായുള്ള കാത്തിരിപ്പിലായി. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ 15 ആനകളുടെ വീതം അകമ്പടിയോടെ തെക്കേ ഗോപുരം വഴി ഇറങ്ങി കോർപ്പറേഷൻ ഓഫീസിനു മുന്നിലെ കൊച്ചി രാജാവിന്റെ പ്രതിമ വലം വെച്ച് തിരിച്ചെത്തിയ ശേഷം മുഖാമുഖമണി നിരന്നു. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കുടമാറ്റത്തിന്റെ സമയം ചുരുക്കിയിരുന്നു. ആചാര പെരുമ തെറ്റിക്കാതെ ഇരുവിഭാഗവും അതിജീവനത്തിന്റെ കുടകളുയർത്തി മടങ്ങി. പകൽ നടന്ന പൂരച്ചടങ്ങുകൾ രാത്രിയിലും ആവർത്തിക്കുന്നു. പുലർച്ചെ വെടിക്കെട്ടൊഴിവാക്കിയതിനാൽ ആ സമയത്ത് ആചാരത്തിന്റെ ഭാഗമായി ഇരുവിഭാഗത്തിന്റെയും ഓരോ കതിന വീതം മുഴങ്ങും. നാളെ പകൽപൂരം. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്ത് സമാപിക്കും. ഉച്ചയ്ക്ക് 12:30 ഇരു ഭഗവതിമാരും ഉപചാരം ചൊല്ലി പിരിയും. TCV തൃശൂർ.